എല്ലാവർക്കും നമസ്കാരം. സായി കേരള അപ്ഡേറ്റ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിവാദങ്ങൾക്കിടയിലും എമ്പുരാൻ കാട്ടുതീയായി പടർന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കുന്നത്. 7-ാം ദിവസമായ ഇന്ന് 2-ാം തീയതി ഏപ്രിൽ ബുധനാഴ്ച കേരളത്തിൽ മാത്രം 2262 ടോട്ടൽ ഷോകളാണ് ട്രാക്ക് ചെയ്തിരിക്കുന്നത്. 2 ലക്ഷത്തിന് മുകളിൽ പ്രേക്ഷകരെ ട്രാക്ക് ചെയ്യുമ്പോൾ അഡ്വാൻസ് ഗ്രോസ് കളക്ഷൻ കേരളത്തിൽ മാത്രം 3,47 ലക്ഷം രൂപയാണ് വന്നിരിക്കുന്നത്. കേരളത്തിലെ ഇന്നത്തെ ആവറേജ് തിയേറ്റർ ഒക്കുപ്പൻസി 34%. 6 ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ കേരളത്തിൽ നിന്നും മാത്രം എമ്പുരാൻ കളക്ട് ചെയ്തത് 65,80 ലക്ഷം രൂപ. ഓവറോൾ ഇന്ത്യയിൽ നിന്നും 100 കോടിയും ഓവർസീസിൽ നിന്നും 134 കോടിയും വേൾഡ് വൈഡ് മൊത്തം നോക്കുമ്പോൾ 234 കോടി രൂപയുമാണ് കളക്ട് ചെയ്തത്. എമ്പുരാൻ 300 കോടിയിലേക്ക് കുതിക്കുന്ന കാഴ്ചയാണ് പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കുന്നത്. 24 കട്ടുകൾ ചെയ്ത് റീസെൻസർ ചെയ്ത എമ്പുരാൻ പുറത്തു വരികയാണ്. എഡിറ്റ് ചെയ്ത എമ്പുരാൻ പുറത്തു വരുമ്പോൾ അതിൽ നിന്നും സ്ത്രീകൾക്കെതിരായ അക്രമ ദൃശ്യങ്ങൾ മുഴുവൻ ഒഴിവാക്കിയിരിക്കുന്നു. മെയിൻ വില്ലൻ കഥാപാത്രത്തിന്റെ പേര് മാറ്റി ബൽദേവ് ആക്കിയിരിക്കുകയാണ്. കലാപം നടക്കുന്ന തീയതി 2002 എന്നത് മാറ്റി ഏതാനും വർഷങ്ങൾക്ക് മുൻപ് എന്നാക്കി. NIA പരാമർശങ്ങൾക്ക് മാറ്റം വരുത്തിയിരിക്കുന്നു. മതചിഹ്നങ്ങൾ ഉപയോഗിച്ചിരുന്ന സീൻസ് എല്ലാം തന്നെ വെട്ടിമാറ്റിയിരിക്കുന്നു. മാത്രമല്ല കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പേര് നന്ദി കാർഡിൽ നിന്നും ഒഴിവാക്കി. എന്നിവയെല്ലാമാണ് പ്രധാനമായി എഡിറ്റ് ചെയ്തപ്പോൾ വന്നിരിക്കുന്ന മാറ്റങ്ങൾ. എന്തൊക്കെയായാലും എമ്പുരാൻ തീയല്ല കാട്ടുതീയായി തന്നെ പടർന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എത്രയും പെട്ടെന്ന് 300 കോടി ക്ലബിൽ എമ്പുരാൻ കയറട്ടെ എന്ന് ആശംസിക്കുന്നു. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.